ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് IP വേർഷൻ 4 എന്ന് പറയുന്ന അഡ്രസ്സിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. IP അഡ്രസ്സിൻ്റെ ബേസും കാര്യങ്ങളൊന്നും അറിയാത്തവർക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ IP അഡ്രസ്സിൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇത്തിരി അറിഞ്ഞു നോക്കുക. സിസ്റ്റങ്ങൾക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയുക. IP അഡ്രസ്സ് IP വേർഷൻ 4 ഉണ്ട്, IP വേർഷൻ 6 ഉണ്ട്. ഈ IP അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ സിസ്റ്റങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് IP വേർഷൻ 4 ആണ്. IP വേർഷൻ 4 എന്ന് പറഞ്ഞാൽ മൊത്തം 32 ബിറ്റാണുള്ളത്. 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് അടങ്ങുന്ന ഒരു കോളം, അടുത്തത് 8 ബിറ്റ് അടങ്ങുന്ന വേറൊരു കോളം, പിന്നെ 8 ബിറ്റുള്ള വേറൊരു കോളം, അടുത്ത 8 ബിറ്റുള്ള വേറൊരു കോളം, അങ്ങനെ മൊത്തം 32 ബിറ്റാണ് വരുന്നത്. ബിറ്റ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം, 0 കൊണ്ടും 1 കൊണ്ടും എഴുതുന്ന സംഖ്യകളാണ് നമ്മൾ ബിറ്റുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇത്ര അറിഞ്ഞു നോക്കുക. ഇനി നമുക്ക് IP വേർഷൻ 4ന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനും അടുത്തത് ഹോസ്റ്റിനെ സൂചിപ്പിക്കാനും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിളൊക്കെ ഞാൻ സർവീസ് പ്രൊവൈഡറിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇനി നമുക്കറിയാനുള്ളത് IP വേർഷൻ 4 അഡ്രസ്സിനെ നമ്മൾ 5 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. 5 ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ IP വേർഷൻ 4 തന്നെയാണ്. അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നെറ്റ്വർക്ക് അഡ്മിനെ ഈസി ആയിട്ട് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 എണ്ണമാക്കിയിട്ട് നമ്മളല്ല, IP വേർഷൻ 4 ചെയ്തവർ 5 ക്ലാസ്സുകളാക്കിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ 5 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ കമ്പനികൾക്ക്, ഒരുപാട് സിസ്റ്റങ്ങളുള്ള കമ്പനികൾക്കാണെങ്കിൽ അവർക്ക് ഒരുപാട് IP അഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടാവും, അല്ലേ? കാരണം ഒരു 2000 അല്ലെങ്കിൽ 20,000 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു 10,000 കമ്പ്യൂട്ടറുള്ള വലിയൊരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അവിടെ എല്ലാ സിസ്റ്റങ്ങളും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് അവിടെ ആയിരക്കണക്കിന് IP അഡ്രസ്സുകൾ വേണ്ടി വരും. ചെറിയൊരു കമ്പനി ആണെങ്കിൽ മിനിമം ആയിരക്കണക്കിന് ഒരു 1000 ഓളം IP അഡ്രസ്സ് ആവശ്യം വരും. ചെറിയൊരു കമ്പനി, എൻ്റെ കയ്യിൽ ഓഫീസിൽ ഒരു 50 സിസ്റ്റം ഉള്ളൂ നോക്കുക, അപ്പോൾ ചെറിയൊരു കമ്പനിയാണ്, അപ്പോൾ അവിടെ കുറച്ച് IP അഡ്രസ്സ് മതി, അല്ലേ? അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സൈസ് അനുസരിച്ച് നമ്മുടെ IP അഡ്രസ്സിനെ നമ്മൾ 5 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിന് 5 ക്ലാസ്സുകൾ ക്ലാസ് A, B, C, D, E എന്ന് പറയും. അതിൽ ക്ലാസ് A എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വലിയ നെറ്റ്വർക്കുകൾക്ക്, ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ വരുന്ന നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ക്ലാസ് A ആണ് ഉപയോഗിക്കുക. ക്ലാസ് B നമുക്കൊരു മീഡിയം ടൈപ്പ് നെറ്റ്വർക്കുകൾക്ക് ക്ലാസ് B ഉപയോഗിക്കാം. ക്ലാസ് C ആണെങ്കിൽ ചെറിയ നെറ്റ്വർക്ക് ക്ലാസ് C ഉപയോഗിക്കാം. ക്ലാസ് സിയിൽ മാക്സിമം നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 254 ഹോസ്റ്റേ പറ്റുള്ളൂ. പിന്നെ ക്ലാസ് Dയും Eയും നമ്മൾ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. ക്ലാസ് D മൾട്ടികാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് E റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ എഴുതിയത് ഇത് നോക്കണ്ട, ഇപ്പം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗം ക്ലാസ് A ലാർജ് നെറ്റ്വർക്കിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലാസ് B മീഡിയം നെറ്റ്വർക്കിനാണെന്ന് മനസ്സിലാക്കുക. ക്ലാസ് C സ്മാൾ നെറ്റ്വർക്കിനാണെന്ന് മനസ്സിലാക്കുക. ക്ലാസ് D മൾട്ടികാസ്റ്റിംഗ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ ക്ലാസ് E റിസർച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിനെ കുറിച്ചും പഠിക്കാം. ഇനി ക്ലാസ് A പറഞ്ഞു. ഞാൻ എന്തിനാണെന്നാ പറഞ്ഞത്? ക്ലാസ് A വലിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, അല്ലേ? ഗവൺമെൻറ് അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് Aയിൽ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? നമ്മുടെ IP അഡ്രസ്സ് മൊത്തം എത്രയുണ്ട്? 4 ഒക്ടറ്റ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? നമുക്കത് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് ക്ലാസ് Aയിൽ നമ്മൾ സിസ്റ്റങ്ങളെ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്ലാസ് Aയിൽ മൊത്തം IP അഡ്രസ്സ് എത്രയുണ്ടെന്ന് പറഞ്ഞേ? 4 ഒക്ടറ്റ് എന്ന് വെച്ചാൽ 4 ബോക്സിലാണ് എഴുതുക, അല്ലേ? ഇതടുത്തത് അല്ലേ? ക്ലാസ് Aയിൽ ആദ്യത്തെ ഈ ഒരു ഇതിനെ, ഒക്ടറ്റിനെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ബൈറ്റിനെ നെറ്റ്വർക്ക് ID എന്നാണ് വിളിക്കുക, നെറ്റ്വർക്ക് ID. ബാക്കിയുള്ള ഈ 3 എണ്ണത്തെ ഹോസ്റ്റ് ID എന്ന് വിളിക്കും, ഹോസ്റ്റ് ID. അപ്പോൾ
ഇതാണ് ക്ലാസ് എയുടെ ആദ്യത്തെ ഒരു ബിറ്റിനെ നെറ്റ്വർക്ക് ഐ ഡി എന്നും പിന്നെയുള്ള 3 ബിറ്റിന് എന്ത് വിളിക്കും? ഹോസ്റ്റ് ഐ ഡി എന്ന് വിളിക്കും. ഇപ്പോൾ ക്ലാസ് എയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് റേഞ്ച് ഉണ്ട്. ആദ്യത്തെ ബിറ്റ്, ഒന്നാമതായിട്ട് വരുന്ന ബിറ്റ് ഇതൊന്ന് മായിച്ചിട്ട് എഴുതാം. ഒന്നാമത്തെ ബിറ്റ് 1നും 126നും ഇടയിലുള്ള സംഖ്യയായിരിക്കണം. ഒന്നാമത്തെ ബിറ്റായിട്ട് എഴുതുന്നത് 1നും 126നും ഇടയിലുള്ള സംഖ്യയായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ബിറ്റിന്റെ കണക്ക് ഇതാണ്, 1നും 126നും ഇടയിലായിരിക്കണം. രണ്ടാമത്തെ ബിറ്റ് 0യ്ക്കും 255നും ഇടയിലായിരിക്കണം. മൂന്നാമത്തെ ബിറ്റ് 0നും 255നും ഇടയിലായിരിക്കണം. നാലാമത്തെ ബിറ്റ് 0നും 255നും ഇടയിലായിരിക്കണം. നാലാമത്തെ ബൈറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ കണക്ക്. ഇതിൽ ആദ്യത്തെ ഈ ഒരു ബൈറ്റിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ഐ ഡി എന്ന് വിളിക്കുക. പിന്നെയുള്ള ഈ 3 ബൈറ്റിനെ നമ്മൾ ഹോസ്റ്റ് ഐ ഡി എന്നാണ് വിളിക്കുക. ഹോസ്റ്റ് ഐ ഡി, നെറ്റ്വർക്ക് ഐ ഡിയും ഹോസ്റ്റ് ഐ ഡിയും. അപ്പോൾ ക്ലാസ് എയിലാണ് ഞാൻ സിസ്റ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കയ്യിലൊരു 4 സിസ്റ്റം ഉണ്ട്. അപ്പോൾ 4 സിസ്റ്റങ്ങൾക്ക് എനിക്ക് ഐ പി കൊടുക്കണം. 4 സിസ്റ്റങ്ങൾക്ക് ഐ പി കൊടുക്കുമ്പോൾ അത് ഞാൻ ക്ലാസ് എയിലാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. ക്ലാസ് എയുടെ റേഞ്ച് ഇതാണ്. ഈ റേഞ്ച് നിങ്ങൾ മറക്കരുത്, ഈ റേഞ്ച് നിങ്ങൾക്ക് ഓർമ്മ വരണം. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടറിനെ 10 ആദ്യത്തെ സംഖ്യ നെറ്റ്വർക്ക് ഐ ഡി എത്ത് കൊടുത്തു, 10 കൊടുത്തു. ഹോസ്റ്റ് ഐ ഡി ഞാൻ അതിൽ 10.0.0.1 എന്ന് കൊടുത്തു ആദ്യത്തെ കമ്പ്യൂട്ടറിന്. രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ട ഐ പി എന്ന് പറയുന്നത്, ഇത് ക്ലാസ് എയിലാണ് അല്ലെ. ക്ലാസ് എയിൽ ആദ്യത്തെ ഒരു ബിറ്റിന് എന്താ വിളിക്കുക? നെറ്റ്വർക്ക് ഐ ഡി എന്നാ വിളിക്കുക. അപ്പൊ ഞാൻ ഇവിടെ നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത് ഏതാണ്? 10 ആണ് നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ നെറ്റ്വർക്കിൽ രണ്ടാമത് സിസ്റ്റത്തിന് കൊടുക്കുന്നില്ല, രണ്ടാമത്തെ ഐ പി, രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഐ പിയുടെ ആദ്യത്തെ നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 10 എടുത്തത് കൊണ്ട് രണ്ടാമത്തെ കമ്പ്യൂട്ടറിനും തുടക്കം 10 തന്നെ കൊടുക്കണം. എന്ന് വെച്ചാല് നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്ന ഭാഗം ആ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും സെയിം ആയിരിക്കണം. ക്ലാസ് എ ആണെങ്കിൽ ക്ലാസ് എയിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ക്ലാസ് എയിൽ ഏതെങ്കിലും ഒരു റേഞ്ച് കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു ഐ പി കൊടുത്താൽ മതി എന്നങ്ങനെയല്ല. ക്ലാസ് എയിലെ ആദ്യത്തെ ബൈറ്റ് 1നും 126നും ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞ ബൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് നെറ്റ്വർക്ക് ഐ ഡി എന്ന് വിളിക്കുക. ആ നെറ്റ്വർക്ക് ഐ ഡി നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് 10 എന്ന് കൊടുത്താൽ ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾക്കും നിങ്ങൾ 10 തന്നെ കൊടുക്കണം. ഇപ്പൊ ക്ലാസ് എ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കമ്പ്യൂട്ടറിന് 15 കൊടുത്തു കഴിഞ്ഞാൽ തെറ്റി, അത് ഈ സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പൊ ക്ലാസ് എ ആയാൽ മാത്രം പോരാ, നെറ്റ്വർക്ക് ഐ ഡി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഞാനിവിടെ 10 കൊടുത്തു. ബാക്കിയുള്ള 3 ഭാഗമില്ലേ, അതിനെ ഹോസ്റ്റ് ഐ ഡി എന്നാ വിളിക്കുക. ഈ ഹോസ്റ്റ് ഐ ഡിയിൽ ഈ 3 ബൈറ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈറ്റിൽ മാറ്റം വരുത്തിയാൽ മതി. ഇപ്പൊ 10.0.0.2 അടുത്തൊരു കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് 10.0.0.3, അടുത്തതിന് 10.0.0.4. ഈ അവസാനത്ത് തന്നെ മാറ്റം വരുത്തണമെന്നൊന്നുമില്ല. ഇപ്പൊ എനിക്ക് വേറൊരു കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, 5ാമത്തെ 10.1.0.1 അങ്ങനെ കൊടുത്താലും മതി. ഇതെല്ലാം ഒരു നെറ്റ്വർക്കാ. എല്ലാത്തിൻ്റെയും നെറ്റ്വർക്ക് ഐ ഡി എത്രയാണ്? 10 ആണ്. ഇനി നമുക്ക് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ക്ലാസ് എയുടെ റേഞ്ച് ഫസ്റ്റത്തെ ബിറ്റ് 1നും 126നും ഇടയിലായിരിക്കണം. രണ്ടാമത്തത് 0നും 255നും ഇടയിലായിരിക്കണം. മൂന്നാമത്തത് 0നും 255നും ഇടയിലായിരിക്കണം. നാലാമത്തെ ബൈറ്റ് 0നും 255നും ഇടയിലായിരിക്കണം. അപ്പോൾ ഞാനൊരു സ്വിച്ച് വെച്ചു. ഇപ്പോൾ സ്വിച്ചിന്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അതിലോട്ടൊരു 4 പി സിനെ ഞാൻ കണക്ട് ചെയ്തു. നമ്മുടെ ടിസ്റ്റർ പെയർ കേബിൾ വെച്ചിട്ട് 4 പി സിനെ കണക്ട് ചെയ്തു. ഒരു സ്വിച്ചിലാണ് ഈ 4 പി സി ഇരിക്കുന്നത്. സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സ്വിച്ചിന്റെ ഇപ്പോൾ 24 പോർട്ടിൽ അല്ലെങ്കിൽ 8 പോർട്ടിലുള്ള സ്വിച്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വിച്ചിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോർട്ടിലോട്ട് കണക്ട് ചെയ്തു. ഇത് 1ാമത്തെ പോർട്ടിലോട്ട്, ഇത് 5ാമത്തെ പോർട്ടിലോട്ട്, ഇത് 7ാമത്തെ പോർട്ടിലോട്ട്, ഇത് 4ാമത്തെ പോർട്ടിലോട്ട്.
അപ്പോൾ ഇത് നമുക്ക് PC1, ഇത് PC2 ആണ്, ഇത് PC3, ഇത് PC4. ഇനി എന്ത് ചെയ്യണം? 4 PC കൾക്കും IP കൊടുക്കണം. അപ്പം ഞാൻ IP വെർഷൻ 4 ക്ലാസ് A ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് ഞാൻ ഉദാഹരണമായിട്ട് 10.0.0.1 കൊടുത്തു. രണ്ടാമത്തേതിന് 10 നിന്ന് തന്നെ തുടങ്ങണം. 10 വേറെ എവിടെയെങ്കിലും മാറ്റം വരുത്തിയാൽ മതി. വേണമെങ്കിൽ 10.1.0.1. അടുത്തതിന് 10.1.1.1. അടുത്തത് 10.0.0.2. ഇപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്. തുടക്കം നെറ്റ്വർക്ക് ID. ഇതിന് നെറ്റ്വർക്ക് ID എത്രയാണ്? 10 ആണ്. ഇതിന് നെറ്റ്വർക്ക് ID 10 ആണ്. ഇതിന് നെറ്റ്വർക്ക് ID 10 ആണ്. ഇതിന് നെറ്റ്വർക്ക് ID 10 ആണ്. ഇപ്പോൾ ഇതിൻ്റെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ക്ലാസ് എയിലെ നെറ്റ്വർക്ക് ID 10 ആണ്. അപ്പം ഞാൻ വേറൊരു PC കൊണ്ടുവന്നു. വേറൊരു PC കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്തിട്ട് ഈ PCക്ക് IP കൊടുക്കുന്നത് 20.0.0.3 ആണ്. 20.0.0.3 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താ? അത് ക്ലാസ് A ആണ്. സ്വാഭാവികമായിട്ടും ക്ലാസ് A ആണ്. അപ്പോൾ ബാക്കിയുള്ള 4 PCയും ക്ലാസ് A തന്നെയാണ്. പക്ഷേ അവിടെ നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന PCയുടെ നെറ്റ്വർക്ക് ID എത്രയാണ്? ഇതിൻ്റെ 20 ആണ് നെറ്റ്വർക്ക് ID അല്ലേ? 20. ബാക്കിയുള്ളതിൻ്റെ 10 ആണ്. ഇത് ക്ലാസ് A ആണെങ്കിൽ പോലും ഈ ഒരു സിസ്റ്റം 20.0.0.3 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഒരു PC ആയിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ക്ലാസ് A ആണെങ്കിൽ പോരാ, നെറ്റ്വർക്ക് ID സെയിം ആയിരിക്കണം. ഞാൻ ഇതിൻ്റെ IP വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റി, സിസ്റ്റത്തിന് IP സെറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ മാറ്റിയിട്ട് എന്താക്കി കൊടുത്തു? 10 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നടക്കും? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10.0.0.3. ഇനി ഞാൻ വേറൊരു PCനെ ഇങ്ങനെ വെച്ചിട്ട് ഈ PCക്ക് IP കൊടുക്കുകയാണ്. 10.0.0.1 കൊടുത്തു നോക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 10.0.0.1 എന്ന് പറയുന്ന IP ഉണ്ടല്ലോ, അത് ഈ സിസ്റ്റം സ്വീകരിക്കില്ല. നമ്മൾ IP കൊടുത്തിട്ട് IP എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കാരണം എന്താ? ആ നെറ്റ്വർക്കിൽ 10.0.0.1 എന്ന് പറയുന്ന ഒരു PC ഓൾറെഡി ഉണ്ട്. എന്നുവെച്ചാൽ ഇതിന്റെ നെറ്റ്വർക്ക് ID സെയിം ആണ്, 10 ആണ്, കുഴപ്പമില്ല. ഹോസ്റ്റ് ID നോക്കിയേ 0.0.1. ഇതിന്റെ ഹോസ്റ്റ് ID എത്രയാണ്? 0.0.1. അപ്പോ എന്ത് ചെയ്യില്ല? ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അപ്പോൾ നെറ്റ്വർക്ക് ID എന്ന് പറയുന്ന ഭാഗം സെയിം ആയിരിക്കണം, ഹോസ്റ്റ് ID എന്ന് പറയുന്ന ഭാഗം ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എയിൽ അല്ല IP വെർഷൻ 4 സെറ്റ് ചെയ്യേണ്ടത്. അതിൽ ക്ലാസ് എയിൽ ആദ്യത്തെ ഒരു ബൈറ്റ് എന്നുവെച്ചാൽ 8 ബിറ്റ് സെയിം ആയിരിക്കണം എല്ലാ PCകളുടെയും. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കണം. ഇനി ഞാൻ പറഞ്ഞു ക്ലാസ് A ഉപയോഗിക്കുന്നത് വലിയ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലേ? ഇതിൽ ഒരുപാട് IP നമുക്ക് കൊടുക്കാൻ പറ്റും. വലിയ ഓഫീസുകളിലും ഒരുപാട് സിസ്റ്റങ്ങൾ വേണ്ടിടത്താണ് നമുക്ക് IP വെർഷൻ 4 ഉപയോഗിക്കുന്നതാണ്. ഇനി ചെറിയ സിസ്റ്റങ്ങൾ വേണ്ടിടത്ത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിതിൽ ഇത്രയും IP കൊടുക്കാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള IPകൾ ഇതിൻ്റെ റേഞ്ച് എത്ര വരുന്നത്? ഫസ്റ്റത്തെ 1നും 126നും ഇടയിൽ, പിന്നുള്ളതൊക്കെ 0 to 255, 0 to 255, 0 to 255 അല്ലേ? ഇപ്പം ഞാനൊരു PCക്ക് 10.0.0.1 കൊടുത്തു. അടുത്തതിന് 10, അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആയിട്ട് IP ആണ് അല്ലേ? 10.0.0.3 കൊടുത്തു. അടുത്തത് 10.0.0.4 കൊടുത്തു. ഇങ്ങനെ പോയി ഇത് 10.0.0.255 അപ്പം തന്നെ ഏകദേശം അവിടെ 255 IP നമുക്ക് കിട്ടി. ഇനി അടുത്തത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു 10.1.0.1, 10.1.0.2, 10.1.0.3. ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള IP ആണ്. 10.1.0.4. അപ്പോൾ ഇവിടെയും കിട്ടിയോ ഏകദേശം ഒരു 255 എണ്ണം. അടുത്തത് 10.2.0.1, 10.2.0.2, 10.2.0.3, 10.2.0.4. ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ട് IP ആണ്. ഇത് നമുക്ക് എത്ര വരെ കൊടുക്കാം മാക്സിമം? 10, 255, 255, 255. ഇതാണ് ഏറ്റവും അവസാനം നമുക്ക് ഉള്ള IP. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരുപാട് IP ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് IPകൾ, ക്ലാസ് A ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് IPകൾ എന്ത് ചെയ്യും? ഒരു നെറ്റ്വർക്കിൽ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ്
ക്ലാസ് എ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ് എയുടെ റേഞ്ച് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കണം. ക്ലാസ് എയുടെ റേഞ്ച് ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു ബിറ്റിന് നെറ്റ്വർക്ക് ഐ ഡി എന്നാ വിളിക്കുക. പിന്നീട് ഈ 3 ബിറ്റിന് എന്താ വിളിക്കുക? ഹോസ്റ്റ് ഐ ഡി എന്നാ വിളിക്കുക. അപ്പൊ നെറ്റ്വർക്ക് ഐ ഡി സെയിം ആയിരിക്കണം, ഹോസ്റ്റ് ഐ ഡി എവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. എവിടെയെങ്കിലും ഒരു വ്യത്യാസം, മൊത്തത്തിൽ മാറ്റിയാലും കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു പി സിക്ക് നിങ്ങൾ 10.0.0.1 കൊടുത്തു. ഞാൻ 10 തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ ഇട്ടു എന്നുള്ളൂ. 10.0.1 കൊടുത്തു. അടുത്തതിന് 10, 20, 40, 50 കൊടുത്താലും ഇതും എന്താവും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതും ഒരേ നെറ്റ്വർക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുക. കാരണം നെറ്റ്വർക്ക് ഐ ഡി എന്താണ്? 10 സെയിം ആണ്. ഇതാണ് ക്ലാസ് എയുടെ റേഞ്ച്. അപ്പൊ ക്ലാസ് എ ഉപയോഗിച്ചിട്ട് നമുക്ക് സിസ്റ്റങ്ങൾക്ക് ഐ പി കൊടുക്കാനായിട്ട് അറിയണം. എങ്ങനെയാണ് ഇതിന്റെ റേഞ്ച് കാണാതെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലാസ് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയും റേഞ്ച് നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ക്ലാസ് ബിയിലോട്ട് പോവാം. ക്ലാസ് ബിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ക്ലാസ് ബിയിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിലോ, ക്ലാസ് ബിയിലാണെങ്കിൽ ക്ലാസ് ബിയുടെ റേഞ്ച് ഇങ്ങനെയാണ്. ക്ലാസ് എയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് നെറ്റ്വർക്ക് ഐ ഡി, ബാക്കിയുള്ള 3 ഭാഗം എന്തായിരുന്നു? ഹോസ്റ്റ് ഐ ഡി ആയിരുന്നു. ക്ലാസ് ബിയുടെ റേഞ്ച് ആദ്യത്തെ ഭാഗം, മറ്റേത് 126 അവസാനിച്ചത് അല്ലേ, 128നും 191നും ഇടയിലായിരിക്കണം. 0 to 255, 0 to 255, 0 to 255. ഇതില് ആദ്യത്തെ ഈ ഒരു ബൈറ്റും രണ്ടാമത്തെ ഈ ഒരു ബൈറ്റും എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ബൈറ്റ് ഇതാണ് നെറ്റ്വർക്ക് ഐ ഡി. പിന്നെയുള്ള ഈ 2 ബൈറ്റാണ് ഹോസ്റ്റ് ഐ ഡി. ഹോസ്റ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങളെ സൂചിപ്പിക്കാനും നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിനെ സൂചിപ്പിക്കാനുമാണ്. അപ്പൊ ആദ്യത്തെ 2 ബൈറ്റ് സെയിം ആയിരിക്കണം. ഇപ്പൊ എൻ്റെ ഒരു 4 പി സി ഉണ്ടെങ്കിൽ ആദ്യത്തെ ബൈറ്റ് 1നും 128നും 191നും ഇടയിലല്ലേ, ഞാൻ 172 എടുത്തു. രണ്ടാമത്തെ 0നും 250നും ഇടയിൽ ഞാൻ 16 എടുത്തു. 01 ഹോസ്റ്റ് ഐ ഡിയുടെ 01 കൊടുത്തു. രണ്ടാമത്തെ പി സിക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 172.16 അല്ലേ കൊടുത്തേ, സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര തന്നെ കൊടുക്കണം? 172.16 തന്നെ കൊടുക്കണം. അടുത്ത പി സിക്കും 172.16 തന്നെ കൊടുക്കണം. അടുത്ത പി സി ഉണ്ടെങ്കിലും 172.16 തന്നെ കൊടുക്കണം. ഹോസ്റ്റ് ഐ ഡിയിൽ എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ മതി. അപ്പോ ക്ലാസ് എ ആണ്, ബി ആണ്. ബിയിൽ തന്നെ ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റുന്നില്ല. ക്ലാസ് ബിയിൽ ആദ്യത്തെ 2 എണ്ണമാണ് എന്ത്? നെറ്റ്വർക്ക് ഐ ഡി. പിന്നെയുള്ള 2 എണ്ണമാണ് എന്ത്? ഹോസ്റ്റ് ഐ ഡി. ക്ലാസ് ബിയുടെ റേഞ്ച് ഇങ്ങനെ എഴുതുക. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ആദ്യത്തെ 2 ബൈറ്റ് സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നാമത്തെ ബൈറ്റും രണ്ടാമത്തെ ബൈറ്റ് സെയിം ആവണമെന്നല്ല പറയണത്. നമ്മളൊരു പി സിക്ക് ഐ പി കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 ബൈറ്റുകൾ ഏതൊക്കെ സംഖ്യകളാണ് എടുക്കുന്നത് അത് ബാക്കിയുള്ള സിസ്റ്റങ്ങൾക്കും സെയിം ആയിരിക്കണം ആ നെറ്റ്വർക്കിൽ, എന്നാലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര സിസ്റ്റങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സ്വിച്ച് ഇതിലോട്ട് പി സികളെ കണക്ട് ചെയ്യണം. ക്ലാസ് ബി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 180, 14, 32, 1 കൊടുത്താൽ അടുത്തതിന് 180, 14 സെയിം ആയിരിക്കണം. 32, 2 വേണമെങ്കിൽ കൊടുക്കാം. അടുത്തതിന് 180, 14, 15, 7 കൊടുക്കാം. അടുത്തതിന് 180, 14, 39, 5 കൊടുക്കാം. ഇതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കൊടുക്കുന്ന 180, 14, 01, 180, 14, 02. നമുക്ക് ഓർത്തൊക്കെ എളുപ്പമാണ്. 180, 14, 03 അങ്ങനെ കൊടുത്താൽ മതി. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിക്കാനാണ്. ഇപ്പൊ നോക്കി, ഇവരെല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എല്ലാവരുടെയും നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറയുന്നത് 180, 14 ആണ്. അപ്പൊ ക്ലാസ് ബിയുടെ ആദ്യത്തെ 2 ബൈറ്റ് നെറ്റ്വർക്ക് ഐ ഡി, പിന്നെയുള്ള 2 ബൈറ്റ് ഹോസ്റ്റ് ഐ ഡി. ഇപ്പൊ ക്ലാസ് ബിയുടെ റേഞ്ച് ഇതാണ്. ക്ലാസ് ബിയുടെ റേഞ്ച് എത്രയാണ്? 128 to 191, 0 to 255, 0 to 255, 0 to 255.
ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ക്ലാസ് എയിലും നമുക്ക് സിസ്റ്റങ്ങളെ അറേഞ്ച് ചെയ്യാം, ക്ലാസ് ബിയിലും നമുക്ക് സിസ്റ്റങ്ങളെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ക്ലാസ് എയുടെ റേഞ്ചും അതേപോലെ ക്ലാസ് ബിയുടെ റേഞ്ചും നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. അതിലെങ്ങനെയാണ് സിസ്റ്റങ്ങൾക്ക് IP കൊടുക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കണം. നമ്മുടെ ക്ലാസ് എയുടെ റേഞ്ച് എത്രയാണ് നമ്മൾ പഠിച്ചത്? ക്ലാസ് എയുടെ റേഞ്ച് ആദ്യത്തേത് 1:128, സോറി 128 അല്ല 126, 0 to 255, 0 to 255, 0 to 255. ഇതിൽ ആദ്യത്തെ ഇതിനെ നെറ്റ്വർക്ക് ID എന്ന് വിളിക്കും, പിന്നെയുള്ള ഈ 3 ഹോസ്റ്റ് ID എന്ന് വിളിക്കും. ക്ലാസ് ബി ആണെങ്കിലോ 128 to 191, 0 to 255, 0 to 255, 0 to 255. 5 ആദ്യത്തെ ഈ 2 നെറ്റ്വർക്ക് ID, പിന്നീട് 2 ഹോസ്റ്റ് ID. എന്നുവെച്ചാൽ ഇവിടെ ഇവിടെ ഹോസ്റ്റാണ്, ഇത് ഹോസ്റ്റാണ്, ഇത് ഹോസ്റ്റാണ്. ഹോസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം. ഇത് നെറ്റ്വർക്ക്, ഇവിടെ നെറ്റ്വർക്ക്, ഇവിടെ ഹോസ്റ്റ്, ഇവിടെ ഹോസ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ 2 PC ഉണ്ടെങ്കിൽ 10.0.1, 10.0.2. ഇവിടെയാണെങ്കിൽ 172.16.01, 172.16.02. ഇങ്ങനെയാണെങ്കിൽ കണക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ക്ലാസ് ബി ആയാൽ പോരാ, നെറ്റ്വർക്ക് ID എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മറ്റേത് ക്ലാസ് എ ആയാൽ പോരാ, നെറ്റ്വർക്ക് ID സെയിം ആയിരിക്കണം. ക്ലാസ് എയുടെ ആദ്യത്തെ 1 ബൈറ്റ് നെറ്റ്വർക്ക് ID, ക്ലാസ് ബിയുടെ ആദ്യത്തെ 2 ബൈറ്റ് നെറ്റ്വർക്ക് ID. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എയിലും ബിയിലും സിസ്റ്റങ്ങളെ അറേഞ്ച് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ക്ലാസ് ഡിയും ക്ലാസ് ഇയും ക്ലാസ് സിയും ഈ 3 ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കിയിട്ട് വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. മൊത്തം 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഏകദേശം ഒരു 30%, സബ്സ്ക്രൈബർ ചെയ്യാത്തത് 70% ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു തൊട്ട് മുമ്പത്തെ വീഡിയോയുടെ സ്ലൈഡിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആ ആദ്യത്തെ സ്ലൈഡിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടിട്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.